വലിയ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് ദീപ്കയെ കപിൽ സിബൽ വിളിപ്പിച്ചിരിക്കുന്നു. ചേടാ, കപിൽ സിബൽ തന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണ്. ചില പത്രങ്ങളൊക്കെ അഭിജിത്ത് ദീപ്കയെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ചെന്ന് കണ്ടതാണ് എന്നും പറയുന്നു. ഏതായാലും നല്ല സ്റ്റൈലിനൊരു കാറിൽ വേറൊരു എസ്കോർട്ട് കാറും ഒക്കെ ആയിട്ട് അഭിജിത്ത് ദീപ്കെ കപിൽ സിബലിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കൊള്ളാം. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഡൽഹി പോലീസ് ഞങ്ങളിൽ ഒരുപാട് പേരെ മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. അതാണ്, വെറുതെ മർദ്ദിച്ചാൽ പോരാ, ക്രൂരമായിട്ട് മർദ്ദിക്കണം. അപ്പോൾ അതിന് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കണം. അമ്പട്, എനിക്കിത് മനസ്സിലാവുന്നില്ല. അല്ല, സുപ്രീം കോടതി ഇത്തരം കേസുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സുപ്രീം കോടതി ഹാവ് reduced itself to a municipal court. Now it is a police station. സാധാരണ നിങ്ങളെ ആരെങ്കിലും മർദ്ദിച്ചത് പോലീസുകാരാണെങ്കിൽ പോലും നിയമപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോലീസിൽ തന്നെ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോലീസുകാരൻ തല്ലിയതിന് പോലീസിൽ തന്നെ പരാതി കൊടുത്താൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ പ്രൊസീജിയർ അതാണ്. കൊടുക്കുക, 2 ആഴ്ച വെയിറ്റ് ചെയ്യുക. അവരൊന്നും ചെയ്തില്ല, നിങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസ്, ജില്ലാ സൂപ്രണ്ടിന് പരാതി കൊടുക്കുക. ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യുക. ഒന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ തന്നെ ആൾക്കാർ തല്ലിയതല്ലേ. നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ പോവാം. മജിസ്ട്രേറ്റ് ഉറപ്പായിട്ട് നടപടിയെടുക്കും. ഇനി മജിസ്ട്രേറ്റ് നടപടി എടുത്തില്ല എന്ന് വയ്ക്കുക, നിങ്ങൾക്ക് ഹൈക്കോടതി പോവാം, അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ പോവാം. ഇതാണ് നിയമത്തിലെ പ്രൊവിഷൻ. അത് അഭിജിത്ത് ദീപ്കെ ആണെങ്കിലും TG മോഹൻദാസ് ആണെങ്കിലും ഇതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ല. പക്ഷേ ഇതുപോലത്തെ കേസുകളുമായിട്ട് കപിൽ സിബലിനെ പോലെയുള്ള വലിയ വക്കീലന്മാർ സുപ്രീം കോടതിയിൽ പോകാറുണ്ട്. ഇതങ്ങനെയാണ്. ക്രൂരമായ മർദ്ദനമായി പോയി 100 ചില്ലായിരം പേരെ തല്ലിയിട്ടുണ്ട്. 71 പേരാണ് ആകെ തല്ല് വാങ്ങിയ പിള്ളേർ, അവർ ജയിലിലുണ്ട്. പോലീസ് 121 പേര് ആശുപത്രിയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അത് ഭീകരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉത്തരവ് സമ്പാദിക്കുക. ഈ കപിൽ സിബൽ എന്ന് പറയുന്ന മഹാൻ വളരെ കുറവ് കേസുകൾ മാത്രം ജയിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിൻ്റെ തന്ത്രം ഇൻ്ററിം ഓർഡറുകൾ വാങ്ങുക എന്നുള്ളതാണ്. ഇൻ്ററിം ജാമ്യം. സാർ, ഒരു 15 ദിവസത്തേക്ക് അയാൾക്ക് സുഖമില്ല, അയാളുടെ അമ്മ മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് സുഖമില്ല എന്ന് എല്ലാ ജഡ്ജിമാർക്കും അറിയാം. ഒരു ജഡ്ജി ഒരിക്കൽ പറയുകയും ചെയ്തു, എടോ, എല്ലാവരുടെയും അമ്മൂമ്മയ്ക്ക് വയസ്സാകും, അവർ തീർച്ചയായിട്ടും സുഖമില്ലാതിരിക്കുകയുമായിരിക്കും, ഇതിനൊക്കെ ബെയിൽ തരാൻ തുടങ്ങിയാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു. പക്ഷെ കൊടുത്തു ഒരു 15 ദിവസത്തെ ഇടക്കാല ജാമ്യം. എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. ഇടക്കാലമായാലും മുഴുക്കാലമായാലും ജാമ്യമാണ്. എന്തുമായിക്കോട്ടെ, ഇങ്ങനത്തെ കലാപരിപാടികൾ സുപ്രീം കോടതി തുടങ്ങി വെച്ചാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 142 വെച്ചിട്ട് സുപ്രീം കോടതിക്ക് സ്വീപ്പിംഗ് പവേഴ്സ് ഉണ്ട്. ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ജസ്റ്റിസ് അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ അത് കൊടുത്തിരിക്കുന്നത് ഈ ചില സമയത്ത് നിയമവും മാനുഷികതയുമായിട്ട് കൂട്ടിമുട്ടും. പലപ്പോഴും വിവാഹമോചന കേസിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കേസേ ഉണ്ടായിരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കിട്ടാൻ ഭാര്യയും ഭർത്താവും സുപ്രീം കോടതിയെ സമീപിക്കും. സാർ, ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഡിവോഴ്സായി, പക്ഷേ ഡിവോഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന തകരാറുകളുണ്ട്, അതുകൊണ്ട് കല്യാണമേ കഴിക്കാത്തവരാണ് എന്ന് വിധി പ്രഖ്യാപിക്കണം. അപ്പോഴൊക്കെയാണ് ഈ 142 ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ ചന്ദ്രചൂഡ്, പർദിവാല, ഇവരൊക്കെ മുഴത്തിന് ആർട്ടിക്കിൾ 142 എടുത്ത് ഉപയോഗിച്ച് അതിൻ്റെ മൂർച്ച പോയി ഇപ്പോൾ സുപ്രീം കോടതിയുടെ മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുകയാണ് ആയുധം. എന്നാലും അതെടുത്ത് പ്രയോഗിക്കുക ചെയ്യാം. അപ്പോൾ ഈ കപിൽ സിബൽ ഇതുമായിട്ട് പോകും, ഒരു ബഹളമൊക്കെ വയ്ക്കും.
കപിൽ സിബലിന് എണീറ്റ് നിന്നാൽ 30 ലക്ഷം രൂപയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. സുപ്രീം കോടതിയിൽ പലതവണ ഞാൻ കയറി ഇറങ്ങിയെങ്കിലും കപിൽ സിബലിനെ കാണാനുള്ള സൗഭാഗ്യം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. ഏതായാലും ഇതാണ് കേസിൻ്റെ പോക്ക്. സർക്കാരാണെങ്കിൽ ഒരുറപ്പ് കൊടുത്തിട്ടുണ്ട്, സമാധാനമായിട്ട് സമരം ചെയ്ത പിള്ളേരുടെ പേരിൽ കേസുകൾ എടുക്കില്ല. അത് വേറൊരു ഉടക്കാണ്. സമാധാനപരമായിട്ട് സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കില്ല എന്നാണ്. സമാധാനം ഇല്ലാതെ സമരം ചെയ്തവനോ കച്ചറ ഉണ്ടാക്കിയവനോ കേസെടുക്കും. ഇത് അഭിജിത്ത് ദീപ്കയുടെ ടീം തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് കേസ് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞു, കേസ് പിൻവലിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നാൽ കൗണ്ടർ കേസ് കൊടുക്കാം പോലീസുകാരൻ്റെ പേരിൽ. ഇതുമായിട്ട് സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്യും എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തും ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ അവരെന്തെങ്കിലും ചെയ്യുന്നത് മോശമാണ്. അവർ ശാന്തമായിട്ട് പറയുക, ഇത്തരം പരാതിയുമായിട്ട് പോലീസിൽ പോവുക. പോലീസിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമവഴിക്ക് മുകളിലേക്ക് വരിക. ഓൾട്ടർനേറ്റ് റെമഡീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മറ്റ് വഴിയുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ വരരുത് എന്നാണ് ഒരു കീഴ്വഴക്കം. അപ്പോൾ എക്സോസ്റ്റ് യുവർ ഓൾട്ടർനേറ്റ് റെമഡീസ് ആൻഡ് കം ടു അസ്. ഇത് പറഞ്ഞുവിടേണ്ട കാര്യമുള്ളൂ. പക്ഷേ സുപ്രീം കോടതിയല്ലേ, എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല. കപിൽ സിബലല്ലേ, എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല. ഇതാണ് അവസ്ഥ. കേന്ദ്ര സർക്കാരിന് പൊതുവെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ നടരാജനുണ്ട്, SV രാജുവുണ്ട്, അങ്ങനെ കുറച്ച് പേര്, വലിയൊരു സൈന്യമൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവാറും കപിൽ സിബലിനെതിരെ ഹാജരാകുന്നത് തുഷാർ മേത്ത തന്നെയായിരിക്കും. രണ്ടുപേരും തമ്മിലൊരു യുദ്ധമൊക്കെ നടക്കും. സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും. ഇതിന് വേറൊരു വഴി പിന്നെ ഉള്ളത്, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുക. ആ അതോറിറ്റിയിൽ പോലീസുകാരെ വിളിച്ചു വരുത്തും. അവിടെ വക്കീലൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് സ്വയം പറയാം. ഇതുപോലെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, അവിടെയും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. വക്കീൽ വേണമെന്നില്ല, പോലീസുകാരനെ അവർ വിളിച്ചു വരുത്തും. ഇവിടെ എന്താ ഇയാളെ തല്ലിയോ എന്നൊക്കെ ചോദിക്കും. മനുഷ്യാവകാശ കമ്മീഷന് കോമ്പൻസേഷൻ പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചിട്ട് സർക്കാരിനത് കൊടുക്കാൻ ബാധ്യതയില്ല. എൻഫോഴ്സിങ് പവർ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എന്തെങ്കിലും അഡ്വൈസായിട്ട് എഴുതിയാൽ ഈ പോലീസുകാരൻ്റെ കരിയറിന് ദോഷം ചെയ്യും. അതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പോലീസുകാർ കീഴടങ്ങുകയാണ് പതിവ്. പക്ഷേ നമ്മുടെ ഭാഗം വളരെ സ്ട്രോങ് ആയിരിക്കുകയും വേണം. ഈ തലവേദനകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പെക്സ് കോർട്ടിലേക്ക്, ഏറ്റവും ഉന്നത കോർട്ടിലേക്ക് യുവമാർ പോകുന്നത്. ചട്ടവിരുദ്ധമായൊരു പോക്കാണ്. നിയമവിരുദ്ധം ഞാൻ പറയില്ല, കാരണം സുപ്രീം കോടതി പറയുന്നത് നിയമമാണ്. പക്ഷേ ചട്ടവിരുദ്ധമാണ്. ചട്ടവിരുദ്ധമായ ഹർജിയാണ്, അത് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ സുപ്രീം കോടതി ധാരാളം ഇതുപോലത്തെ സ്വീകരിച്ചിരിക്കുന്നു. സുപ്രീം കോടതി മിക്കവാറും ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളിൽ മജിസ്ട്രേറ്റ് കോടതിയായിട്ടും മുനിസിപ്പൽ കോടതിയായിട്ടും പോലീസ് സ്റ്റേഷനായിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നെപ്പോലുള്ളവരുടെ ആക്ഷേപം. ഏതായാലും ഇരിക്കട്ടെ, കപിൽ സിബൽ പോട്ടെ, എന്താ വിധിയെന്ന് വെച്ചാൽ വാങ്ങട്ടെ. ഇനി വേറൊരു ഘടാഘടിയൻ വക്കീലാണ് വിവേക് തൻഖ. അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ആണ്. വളരെ കാലമായിട്ട് രാജ്യസഭയിൽ കോൺഗ്രസ് കോട്ടയിൽ മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വക്കീലാണ് വിവേക് തൻഖ. അദ്ദേഹത്തിൻ്റെ പേര് അധികം ആരും കേട്ട് കാണില്ല. സീനിയർ വക്കീലാണ്, പ്രഗത്ഭനാണ്, ഒരുപാട് കേസുകൾ വാദിച്ചിട്ടുള്ള ആളാണ്. രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കേസിൽ ശ്രദ്ധിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് വിവേക് തൻഖ. മിതഭാഷിയാണ് അദ്ദേഹം. പത്രസമ്മേളനം, വഴക്ക്, ബഹളം, പ്രസ്താവന ഇറക്കുക, ഇതിനൊന്നും പോകാറില്ല. പ്രൊഫഷണൽ വക്കീലാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കേസ് വാദിക്കാൻ കേരളത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കേസ് ഏതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നതാണ്. കപിൽ സിബലും കേരളത്തിൽ വന്നിട്ടുണ്ട്. കപിൽ സിബലിൻ്റെ വാദം ഞാൻ കേൾക്കാൻ പോയിരുന്നു കേരള ഹൈക്കോടതിയിൽ.
സുപ്രീം കോടതിയിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും കേരള ഹൈക്കോടതിയിൽ ഈ മനുഷ്യൻ്റെ പുറകുവശം കാണാൻ, കാരണം നമ്മളിരിക്കുന്നത് കോടതിയുടെ ഏറ്റവും പുറകിലാണ്. മുമ്പിൽ നിൽക്കുന്ന വക്കീൽ കോടതിയെ നോക്കിയാണ് വാദിക്കുന്നത്. അപ്പോൾ വക്കീലിൻ്റെ പുറകുവശം നമുക്ക് കാണാൻ പറ്റുള്ളൂ. വലിയ കോട്ടുമൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്, മുടി നരച്ചതായതുകൊണ്ടും ഒച്ച കൊണ്ടും ഇത് കപിൽ സിബലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈ ബാർ നിരോധനം വന്നപ്പോഴാണ്. 5 സ്റ്റാറിന് മാത്രം ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രശ്നം വന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അന്ന് ബാറുകാർക്ക് വേണ്ടി വാദിക്കാൻ ഇന്ദിരാ ജയ്സിംഗ്, ബാറുകാർക്ക് വേണ്ടിയിട്ട് ഇന്ദിരാ ജയ്സിംഗ്, ഉമ്മൻചാണ്ടി സർക്കാരിന് വേണ്ടിയിട്ട് കപിൽ സിബൽ. അപ്പോൾ കൊള്ളാമല്ലോ, ഒന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ പോയത്. അപ്പം ഇവരുടെയൊക്കെ വാദങ്ങളൊക്കെ ഞാൻ കേട്ടു. വിവേക് തൻഖ വന്ന ദിവസം ഞാൻ അറിഞ്ഞില്ല, വന്നിട്ട് പോയി കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാനോ വാദം കേൾക്കാനോ സാധിച്ചില്ല. വിവേക് തൻഖ ഒരു മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരെയും ലല്ലൻ ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയും. കാരണം അവരുടെ ആരോപണം, ലല്ലൻ ടോപ്പിലെ സൗരഭ് ദ്വിവേദി എന്ന് പറഞ്ഞ് ഒരു പത്രപ്രവർത്തകൻ എന്ന് അഭിമാനിക്കുന്ന ഒരാളുണ്ട്. പുള്ളി ലല്ലൻ ടോപ്പ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആ ചാനലിന് വേറെ ഉടമസ്ഥന്മാരുണ്ട് കേട്ടോ. പക്ഷേ ഇയാളാണ് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ. നല്ല റീച്ചുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവർ വാർത്ത കൊടുത്തു, ഈ അമിത് ഷാ വിവേക് തൻഖയെ വിളിച്ച് പറഞ്ഞു, അതൊന്ന് ഇയാളുടെ നമ്മുടെ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കണമല്ലോ ചേട്ടാ. ഓ, അത് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വിവേക് തൻഖ മെഡാൻഡ ആശുപത്രിയിൽ പോയിട്ട് സോനം വാങ്ചുക്കിനെ കണ്ട് നിരാഹാരം അവസാനിപ്പിച്ചു എന്നാണ് വാർത്ത. വിവേക് തൻഖ മെഡാൻഡ ആശുപത്രിയിൽ പോയിരുന്നു. വിവേക് തൻഖ പിന്നെ ഈ TMCയുടെ അവർ സാഗരിക ഘോഷ് ഇവരൊക്കെ വേഷം കെട്ടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഈ സോനം വാങ്ചുക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ പുറത്ത് വന്നിരുന്നു. മെഡാൻഡ ആശുപത്രിയിലായതുകൊണ്ടായിരിക്കണം എല്ലാവരും ഒരു പിങ്ക് കളറിലുള്ള ഗൗൺ പിന്നെ മാസ്ക് ഇതൊക്കെ വെച്ചാണ് ഇങ്ങേരുടെ അടുത്ത് പോയത്. ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെ അത് പുറത്ത് വന്നിരുന്നു. ഇപ്പോൾ വിവേക് തൻഖ പറയുന്നത് MP-മാരെല്ലാം, പ്രതിപക്ഷ MP-മാരിൽ 65 പേരോ മറ്റോ ഒപ്പിട്ട ഒരു നിവേദനം സോനം വാങ്ചുക്കിനോട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിവേദനം കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പോയത്. എൻ്റെ കൂടെ ഇന്ന MP-മാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ വേറെ കളക്കളിയൊന്നുമില്ല. ഞാൻ അമിത് ഷായുമായിട്ട് ചേർന്ന് ഇതുപോലത്തെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. ഉടനെ ആ വാർത്ത പിൻവലിക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ സിവിലായും ക്രിമിനലായും നടപടി എടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചു. ഈ സൗരഭ് ദ്വിവേദി കുടുങ്ങിപ്പോയി കേട്ടോ. കാരണം അങ്ങേര് ഈ വിവേക് തൻഖ ഒരു ലൈറ്റ് വെയ്റ്റ് മനുഷ്യനാണ് എന്ന് ധരിച്ചിട്ടായിരിക്കണം ഇത് ചെയ്തത്. ഇങ്ങനെ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റാണ് എന്നൊന്നും ഈ യൂട്യൂബർ അറിഞ്ഞു കാണില്ല. ഏതോ ഒരു വക്കീൽ ചുമ്മാ കയറി അങ്ങ് കീറാമെന്ന് വിചാരിച്ചു. വിവേക് തൻഖ ഒരു പുലിയാണെന്നുള്ളത് ഈ പാവ അറിഞ്ഞില്ല. തൻഖ അതിൽ കയറി പിടിച്ചു. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സും പ്രതിക്കൂട്ടിലായി, ലല്ലൻ ടോപ്പ് എന്നുള്ള യൂട്യൂബും പ്രതിക്കൂട്ടിലായി. മിക്കവാറും അത് മാപ്പ് പറഞ്ഞായിരിക്കും തീരുന്നത്. ഇത് ഇങ്ങനത്തെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ കറങ്ങുന്നുണ്ട്. അതിലെ ഒരു അഭ്യൂഹം ഡൽഹിയിൽ കിടന്ന് കറങ്ങുന്നു. അത് ശുദ്ധ അസംബന്ധമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അത് റിപ്പോർട്ടർ ചാനൽ എടുത്തു വെച്ച് അലക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഞാൻ അറിഞ്ഞിട്ട് 2 ദിവസമായി. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ അതെടുത്ത് അലക്കുമ്പോഴാണ് ഞാൻ ഇത് ഇവിടം വരെ എത്തിയോ എന്ന് വിചാരിച്ചു. ഏതാണെന്ന് വെച്ചാൽ 5 RSS പ്രമുഖന്മാർ മോദിയെ ഒരു രഹസ്യ സ്ഥലത്ത് വെച്ച് കണ്ടു. എന്നിട്ട് പറഞ്ഞു, പ്രധാൻ രാജിവെക്കുന്നതാണ് നല്ലത് ചേട്ടാ, ആ സംഗതി അന്തരീക്ഷം ഇച്ചിരി മോശമാണ്. ഓ അങ്ങനെയാണ്, എന്നാൽ പിന്നെ ഞാൻ രാജിവെപ്പിച്ചേക്കാം. അപ്പം ശരി എന്ന് പറഞ്ഞ് ഈ രഹസ്യ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു. ഇതാണ് വാർത്ത. അതേ തുടർന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്നാണ് വാദം. ഈ
ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ ടി വിയിലൂടെ വിളിച്ചു പറയാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് സത്യമാണെന്ന് വയ്ക്കുക, 5 RSS നേതാക്കൾക്ക് മോദിയെ കാണണം. സോ വാട്ട്? 1-2 കാറിലേക്ക് കയറിയിട്ട് മോദിയുടെ വീട്ടിലേക്ക് പോവുക. 7 ലോക് കല്യാൺ മാർഗ് അവിടെ പോകുന്നു. സെക്യൂരിറ്റിയിൽ ഓൾറെഡി മോദിയുടെ സ്റ്റാഫ് അറിയിച്ച് കാണും, ഇന്ന കാറുകൾ വരും, കയറ്റി വിടണമെന്ന് പറഞ്ഞ് കാണും. അകത്തേക്ക് കയറി പോവുക, കാണുക. ഇതെന്ത്? അപ്പോഴും ഇതാരും അറിയാൻ പോകുന്നില്ല. മോദിയുടെ വീട്ടിൽ ആരൊക്കെ പോകുന്നു വരുന്നു എന്ന് ആരെങ്കിലും നാട്ടുകാർ അറിയുന്നുണ്ടോ? ഒന്നുമില്ല. അവിടുത്തെ സെക്യൂരിറ്റിയും മോദി അറിയത്രേ ഉള്ളൂ. വേറെ ആരും അറിയാനൊന്നും പോകുന്നില്ല. കാറിൻ്റെ ചില്ലിനുള്ളിൽ ആരായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ കാറ് കടന്നു പോകുമല്ലോ. ഇതൊക്കെ എന്ത് ഭണ്ഡാരമാണ്? രഹസ്യസ്ഥാനത്ത് ആരും അറിയാതിരിക്കാൻ ചേട്ടനൊരു കാര്യം ചെയ്യും. ആ നോയിഡയിൽ സെക്ടർ 39 7ാമത്തെ ടവറിൽ 4ാമത്തെ മുറിയിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? നേരെ മോദിയുടെ വീട്ടിൽ പോയി കണ്ടാൽ പോരെ. മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്നതിലൊന്നും RSS തലയിടുകയൊന്നുമില്ല. RSSന് എന്താ ഇതിൽ? മന്ത്രിസഭാ പുനഃസംഘടന നടക്കുന്നു, ഒരാളെ മന്ത്രിയാക്കുന്നു, മറ്റേയാൾ രാജിവെക്കുന്നു, വകുപ്പ് മാറുന്നു. ഇതൊക്കെ ഇതിൽ RSS ഇടപെടാറുമില്ല, ഇടപെട്ടുകൂടല്ലോ. ഇതൊക്കെ ഭരണപരമായ പ്രധാനമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ്സ് അല്ലേ? RSS ആഫീസിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിച്ചിട്ടാണോ മന്ത്രിമാരെ വയ്ക്കുന്നത്? ഇത് നല്ല പരിപാടിയായിപ്പോയി. ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കായി അത് സർക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളും. അതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ സംഘപരിവാറിൽപ്പെട്ട ABVP വേണ്ട രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അല്ലാതെ RSS നേതാക്കൾ പോയിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന RSSകാരാണോ ഭരിക്കുന്നത്? ഒന്നുമല്ല. സംഘപരിവാറിൽപ്പെട്ട ഒരു പാർട്ടിയാണ് BJP. RSSകാർ പൊതുവേ BJPക്ക് വോട്ട് ചെയ്യും, ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. പൊതുവേ BJPക്ക് വോട്ട് ചെയ്യും. കാരണം RSSനെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി BJP മാത്രമേ ഉള്ളൂ, വേറെ പാർട്ടിയില്ല. പിന്നെ BJPയും സഖ്യകക്ഷികളുമുണ്ട്, അതുകൊണ്ട് സഖ്യകക്ഷികൾക്ക് വോട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിൽ കവിഞ്ഞിട്ട് ഭരണത്തിൽ ഇടപെടുക, ഇയാളെ മന്ത്രിയാക്ക്, മറ്റേയാളെ രാജിവെപ്പിക്ക്, ഇതൊന്നും RSS ചെയ്യുകയുമില്ല, ചെയ്യാൻ മോദിയോട്ട് അനുവദിക്കുകയുമില്ല. അങ്ങനെ ഒരു പാർട്ടീഷൻ വേണ്ടേ? അതല്ലാതെ സംഘപരിവാറാണെന്ന് പറഞ്ഞിട്ട് സകല നിയമനത്തിലോ അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്. ഇതൊന്നും RSSനും ഇല്ല, BJPക്കും ഇല്ല കേട്ടോ. ഇത്തരം നുണക്കഥകളൊന്നും വിശ്വസിക്കരുത്. RSS പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കട്ടെ, ഡിം ഇയാൾ രാജിവെച്ചു. അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ല, ഇതിപ്പോൾ ഞാൻ ആരോട് ചോദിച്ചിട്ടാണ് പറയുന്നത്? എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് എത്രയോ വർഷമായിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും RSS നേതാക്കളോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ, മന്ത്രിയെ മാറ്റുക പിടിക്കുക ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുക. അവർ നിങ്ങൾക്ക് ഉത്തരം തരും. എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എത്രയോ വർഷമായിട്ട് എനിക്കറിയാം ഇതിങ്ങനെയാണ് സിസ്റ്റം എന്നറിയാവുന്നവർക്കെല്ലാം തന്നെ അറിയാം. കേരളത്തിൽ എങ്ങനെയാണ് RSS BJP പ്രവർത്തിക്കുന്നത് എന്നറിയാവുന്ന RSSകാർക്ക് മുഴുവൻ ഞാനീ പറഞ്ഞത് സത്യമാണെന്നറിയാം. സംശയമുള്ളവർ മാത്രം RSS നേതാക്കളോട് ചോദിച്ചാൽ മതി, ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചാൽ മതി. ഇതുപോലെ ഈ വിഡിത്തത്തിനൊന്നും ചെവി കൊടുക്കരുത്. ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറയുമല്ലോ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ ഒരു മൈനർ പ്രതിസന്ധി കേന്ദ്രമന്ത്രിസഭയിലുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് ഏത് വാർത്തയും അടിച്ചങ്ങ് വിടാം എന്നാണ് മാധ്യമങ്ങളുടെ വിചാരം. അതൊന്നും ശരിയല്ല. കുറച്ചുകൂടെ ഉത്തരവാദിത്വമുള്ള മാധ്യമപ്രവർത്തനം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇത് ചെയ്യില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പുമാണ്. മനസ്സിലായോ? റിപ്പോർട്ടർ ചാനലൊക്കെയാണോ ഇത് ചെയ്യാൻ പോകുന്നത്? എവിടെ? ഏതായാലും നടക്കട്ടെ. താങ്ക് യു.